ഓണം എക്സാം ആവാറാവുമ്പോഴാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനും നമുക്ക് ഏതൊക്കെ പഠിക്കാനുണ്ട് അല്ലേ, ഓരോ ചാപ്റ്റേഴ്സിന് എത്ര വെയിറ്റേജ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ്. അപ്പം ഈ ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി ഉള്ളതല്ല, ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിൻ്റെ ഒരു ചാപ്റ്ററിന് എത്രത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എന്നുള്ളതിൻ്റെ ബേസിസിലുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നവരാണ്, റിവിഷനൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ വെയിറ്റേജ് മനസ്സിലാക്കി പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒരു ചാപ്റ്റർ ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള ചാപ്റ്റർ അങ്ങ് സ്കിപ്പ് ചെയ്യാം അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ ഒട്ടും സമയമില്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് മാത്സിന് 40 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നതാണ് നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസിൽ, അത് നമുക്ക് 29% ഉണ്ട്. തൊട്ട് താഴെ സ്ക്വയർ ഐഡൻറ്റിറ്റീസിൽ 28% ഉണ്ട്. പിന്നെ 25% പോളിഗൺ, 18% സ്ക്വയർസ്. അപ്പോൾ ഇതിൽ ഏത് ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും നമുക്ക് അത്യാവശ്യം മാർക്ക് കുറയും. ഓക്കെ, പിന്നെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നോക്കുകയാണെങ്കിൽ ഇതിലൊരു ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാം നമുക്ക് 20 മാർക്കിനാണ് ചോദിക്കുക. പക്ഷേ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സബ്ജക്ട്സും 2 ചാപ്റ്റേഴ്സാണ്. അതിൽ ഈക്വൽ വെയിറ്റേജിലാണ് വന്നിട്ടുള്ളത്. ഫിസിക്സിലായാലും 50-50, ബയോളജിയിലായാലും 50-50, കെമിസ്ട്രിയിലായാലും 50-50, ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പകുതി മാർക്ക് പോയി എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നമ്മൾ സോഷ്യൽ സയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിനാണ്. 10 to 33% ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മുടെ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നേഷൻ ആൻഡ് മൂവ്മെൻറ്റും ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസുമാണ്. ബാക്കിയൊന്നും അത്ര മോശക്കാരൊന്നുമല്ല. 23 to 28 ഉണ്ട്, 10 to 23 ഉണ്ട്, 30 to 20% ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വെയിറ്റേജ് വന്നിട്ടുള്ളത് 23 to 43% ലിറ്റിൽ തിങ്സ് മാറ്റർ ഉണ്ട്. പിന്നെ 10 to 20% ലോങ് വാക്ക് വിത്ത് ഗ്രാനി. പിന്നെ 10% 7 ഏജസ് ഓഫ് മാൻ. പിന്നെ ഇതിൽ ഏറ്റവും കുറവ് നമ്മുടെ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് ഈ ചാപ്റ്ററാണ് കേട്ടോ. പിന്നെ ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മുടെ 30% ഈ ഒരു ചാപ്റ്ററാണ്. മിസ് വായിക്കുന്നില്ല. പിന്നെ നമുക്കിതാ ഈ ഒരു ചാപ്റ്റർ 20 to 30%. പിന്നെ നമുക്കിതാ 18% പെയ്ഡ് ഉണ്ട്. ഏറ്റവും ലീസ്റ്റ് വെയിറ്റേജിലാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ വന്നത്. പിന്നെ നമ്മുടെ മലയാളം ഫസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്, നമുക്കിതാ 10 to 28% തിങ്കളാഴ്ച നല്ല ദിവസം. തിങ്കളാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും നല്ല ദിവസമാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ 3 to 23% പനിനീർപ്പൂവ്. പിന്നെ 0 to 20% താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. 13% കളിവിളക്കിൻ തിരിനാളം. 20% പാടി വീട്ടാത്ത കടങ്ങൾ. മലയാളം സെക്കൻഡിലാണെങ്കിൽ കൊച്ചു ദേവദാരു എന്നാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നമ്മുടെ കൊച്ചു ദേവദാരു ആണ്. പിന്നെ 18 to 38 കുരുവിയും കാട്ടുതീയും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്റേഴ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഈ വെയിറ്റേജ് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാം. ഇത് പഠിക്കാനിരിക്കുമ്പോൾ പക്ഷേ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഇല്ല, ക്ലാസ് ഇല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല, വർക്ക്ഷീറ്റ് ഇല്ല, ഇതൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ശക്തി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഓണം ഓഫർ കൂടി ഉണ്ട്. അപ്പോൾ ഓണം ഓഫറിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്, നോട്ട്സ്, വർക്ക്ഷീറ്റ്, ലെറ്റർ എസ് PYQ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതെല്ലാം നമ്മുടെ ബാച്ചിൽ ഇതേപോലെ പഠിച്ച് ഏറ്റവും ഫുൾ മാർക്സൊക്കെ വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ ടോപ്പേഴ്സാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ടോപ്പേഴ്സ് ആവാനുള്ളൊരു ചാൻസാണ് മക്കളെ. അപ്പോൾ ഇതിന് ഇപ്പോഴേ പഠിച്ച് നമ്മളൊന്ന് സെറ്റാക്കി കൊണ്ടുവരണം. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.